പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന അദാലത്തുകളുടെ വടകര താലൂക്ക് തല അദാലത്ത് വടകര ടൗൺ ഹാളിൽ നടന്നു. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും അദാലത്തുകൾക്ക് നേതൃത്വം നൽകി. കരുത്തലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്ത് രാവിലെ മുതൽ വടകര ടൗൺ ഹാളിൽ നടന്നു. ജില്ലയിൽ ആകെ ലഭിച്ചത് 923 പരാതികളാണ്. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും അദാലത്തുകൾക്ക് നേതൃത്വം നൽകി. കൊയിലാണ്ടി താലൂക്ക് തല അദാലത്ത് ഡിസംബർ 12-ന് കൊയിലാണ്ടി EMS സ്മാരക ടൗൺ ഹാളിലും താമരശ്ശേരി താലൂക്ക് തല അദാലത്ത് ഡിസംബർ 13-ന് താമരശ്ശേരി മേരിമാത കത്തീഡ്രൽ ഹാളിലും നടക്കും. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന 4 അദാലത്തുകൾക്കും മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകുക. അദാലത്തിലേക്ക് ലഭിക്കുന്ന അപേക്ഷകളിൽ ഉദ്യോഗസ്ഥ തലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളിൽ അദാലത്ത് ദിവസം മന്ത്രിമാർ തീരുമാനം കൈക്കൊള്ളും. ആകെ 923 പരാതികളാണ് അദാലത്തിന്റെ പരിഗണനയ്ക്ക് ജില്ലയിൽ നിന്ന് ഇതുവരെ ലഭിച്ചത്. കോഴിക്കോട് 338, കൊയിലാണ്ടി 274, വടകര 196, താമരശ്ശേരി 115 എന്നിങ്ങനെയാണ് താലൂക്ക് തിരിച്ചുള്ള കണക്ക്. ആകെ ലഭിച്ച പരാതികളിൽ 359 തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഒരു ഇടപെടൽ പൊതുവെ നടത്തി. ഇന്നിവിടെ നിരവധി വിഷയങ്ങൾ ഇതിനകം തന്നെ പരിഹരിക്കപ്പെട്ടു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടത് തന്നെ ആദ്യം ഈ താലൂക്ക് അദാലത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അവർക്ക് ഇപ്പോൾ കാർഡ് നൽകുന്നതാണെങ്കിൽ അങ്ങനെ, മറ്റ് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതാണെങ്കിൽ അങ്ങനെ അത് നൽകാൻ വേണ്ടി പറ്റും. ഇതിന് വലിയ ഉത്തരവാദിത്ത നിർവഹണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ ഓഫീസിൽ ചെല്ലുക എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം, ന്യായമായത് പരിഹരിക്കപ്പെടണം എന്നുള്ള സ്വാഭാവികമായ ഒരു മാനസികാവസ്ഥയിലാണ് പോവുക. എന്നാൽ ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകുന്നത് ഇത്തരം അദാലത്തുകളിലേക്ക് വരുമ്പോൾ പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് കൂടുതൽ നല്ല നിലയിൽ നടപ്പിലാക്കി മുന്നോട്ട് പോകണം. വടകര താലൂക്ക് അദാലത്തിൽ നമുക്ക് ആ നിലയിൽ തന്നെ സമയബന്ധിതമായി വിഷയങ്ങൾ പരിഹരിക്കാൻ ഇടപെടാം. കേരളത്തിൻ്റെ പൊതുജീവിതത്തിൽ ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ നാളിതുവരെ നമ്മുടെ സംസ്ഥാനം കണ്ട മറ്റു ഗവൺമെൻറ്റുകൾ സ്വീകരിച്ച നിലപാടിൽ നിന്ന് പകരം നിരന്തരമായി പരിശോധന നടത്തുകയും അവ പരിശോധിച്ചതിന് ശേഷം കൃത്യമായ തീരുമാനമെടുക്കുകയും ചെയ്തുകൊണ്ട് സർക്കാർ ഓഫീസുകളിലേക്ക് കെട്ടിക്കിടക്കുന്ന ഫയലുകൾ ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തിയാക്കാതെ വരുമ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടിൻ്റെ ഭാഗമായി ഈ താലൂക്ക് തല അദാലത്തുകൾ കഴിയുമ്പോൾ പുതിയൊരു അനുഭവം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തുടർന്നും നിശ്ചിത കാലാവധി നിശ്ചയിച്ചുകൊണ്ട് പരാതികളും അപേക്ഷകളിന്മേലും തീരുമാനമെടുക്കുന്ന ഒരു സംവിധാനം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇതുവരെയുള്ള അനുഭവങ്ങൾ നമ്മെ സഹായിക്കും.